കർണാടക വിജയപുരയിൽ കുഴൽക്കിണറിൽ വീണ 1.5 വയസ്സുകാരനെ രക്ഷപ്പെടുത്തി 20 മണിക്കൂർ നേരം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുഞ്ഞിനെ പുറത്തെത്തിച്ചത്. ನೋಡ್ರಿ ಫುಲ್ ಮೂಮೆಂಟ್ ಇದೆ. മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിന്ന ആശങ്ക, അതിനാണ് പരിഹാരമായത്. പക്ഷെ നമുക്കറിയാം, കുഞ്ഞ് അത്രയും മണിക്കൂറുകൾ അവിടെ കിടന്നിരുന്നു എന്നുള്ളത് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള കാര്യത്തിലൊന്നും ഇപ്പോഴും ചർച്ചകളില്ലേ അവിടെ? സ്മിത, വലിയ ആശ്വാസമാണ് ഈ ഒരു വാർത്ത. കാരണം 20 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം, അതിൽ ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് തോന്നുന്നത്. കാരണം 20 മണിക്കൂർ ആ കുട്ടി ജീവനോടെ അതിനകത്തിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആ കുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസമായി തന്നെയാണ് കാണേണ്ടത്. മാത്രമല്ല, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുമ്പ് വിജയപുരയിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള ഭൂപാലൻ അദ്ദേഹം പറഞ്ഞത് കുട്ടി നല്ല രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുട്ടി ഇരിക്കുന്നു. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കാരണം 20 മണിക്കൂറോളമായി ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുട്ടിക്കുണ്ട്. പക്ഷേ ആരോഗ്യപരമായി കുട്ടിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞ് സാധാരണ നിലയിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന വളരെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടി എന്തായാലും അവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് ഈ കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുഴൽക്കിണറിനകത്തേക്ക് വീഴുന്നത്. വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം, ഏകദേശം 7 മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. സമാന്തരമായി കുഴിയെടുത്തുകൊണ്ട് ഏകദേശം 16 അടിയോളം താഴ്ചയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അത് ക്യാമറകളൊക്കെ ഘടിപ്പിച്ച്, ക്യാമറകൾ ഉപയോഗിച്ച് കുട്ടിയെ നിരീക്ഷിച്ചുകൊണ്ട് ആ 16 അടിയിൽ തന്നെ കുട്ടിയെ ലോക്ക് ചെയ്തുകൊണ്ടൊക്കെയാണ് എന്തായാലും കൃത്യമായ അർത്ഥത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ഈ മണിക്കൂറുകൾ വൈകും തോറും ആ കുട്ടിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഉച്ചയോടുകൂടി ഏകദേശം 20 മണിക്കൂറുകൾക്ക് ശേഷം ആ കുട്ടി രക്ഷപ്പെടുന്നു. നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും കുട്ടി ആരോഗ്യവാനായിരിക്കുന്നു, മറ്റ് പ്രശ്നങ്ങളില്ല. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ കുട്ടിക്ക് ഇല്ല. സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് എന്തായാലും പോലീസും അറിയിക്കുന്നത്. സ്മിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ടു നിന്ന തീവ്ര പരിശ്രമത്തിനൊടുവിൽ ഒരു നാട് ഒന്നിച്ച് അവർക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. ഈ മണിക്കൂറുകൾ അത്രയും ശ്വാസമടക്കി പിടിച്ച് ആ ദൃശ്യങ്ങൾ നമുക്കൊന്നുകൂടി കാണാം. ನೋಡ್ರಿ ಫುಲ್ ಮೂಮೆಂಟ್ ಇದೆ. വലിയ ആശ്വാസമുണ്ട് ഈ വാർത്ത കാണുമ്പോൾ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ. കർണാടക വിജയപുരയിലാണ് കുഴൽക്കിണറിൽ വീണ 1.5 വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയത്. 20 മണിക്കൂർ നേരം നീണ്ടുനിന്ന രക്ഷാപ്രവർത്തനം, അതിനൊടുവിലാണ് കുഞ്ഞിനെ പുറത്തെത്തിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.